آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ബഹുമാന്യരായ രക്ഷിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സോഷ്യൽ മീഡിയ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രോഗ്രാമിനെ വീക്ഷിക്കുന്ന നല്ലവരായ ദീനി സ്നേഹികളെ, റഹ്മാനായ റബ്ബിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങളെ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പാലിക്കണേ എന്ന് ഒരിക്കൽ കൂടെ ഈ വേദിയിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. പ്രപഞ്ച സൃഷ്ടാവായ ലോകരക്ഷിതാവായ അല്ലാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, അവനെ മാത്രമേ ആരാധിക്കാവൂ എന്നത് പ്രാമാണികമായും ബുദ്ധിപരമായും കഴിഞ്ഞ 2 അവതരണങ്ങളിലായി ഇവിടെ സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു. സൃഷ്ടാവായ റബ്ബിന് പുറമെ ആരോട് തേടുന്നതും ശിർക്കാണ് എന്ന് മുൻ സംസാരങ്ങളിൽ നിന്ന് നാം മനസ്സിലാക്കി. സ്വാഭാവികമായും ആളുകൾക്ക് മനസ്സുണ്ടാകുന്ന ചോദ്യമാണ്, എങ്കിൽ എന്താണ് ശിർക്ക്? എങ്ങനെയാണ് ശിർക്ക് ജീവിതത്തിൽ കടന്നു വരിക എന്ന് സ്വാഭാവികമായും അറിയാനുള്ള, പഠിക്കാനുള്ള ഒരു താല്പര്യമുണ്ടാകുമെന്നത് സ്വാഭാവികമാണല്ലോ. മലയാളത്തിൽ ശിർക്ക് എന്ന വാക്കിന് പങ്കുചേർക്കുക എന്നാണ് സാധാരണ അർത്ഥം പറയാറുള്ളത്. ഷെയർ, പാർട്ട്ണർഷിപ്പ് എന്നതിനൊക്കെ അറബിൽ ഉപയോഗിക്കുന്ന പദപ്രയോഗം ശിർക്ക് എന്ന് തന്നെയാണ്. കൂടെ പഠിക്കുന്ന, കൂടെ പഠിച്ച സഹപാഠിക്ക് ശരീക്ക് എന്നാണ് അറബിയിൽ പ്രയോഗിക്കാറുള്ളത്. 2, 3, 4, 5, 10 ആളുകൾ കൂടി രൂപീകരിക്കുന്ന കമ്പനികൾക്ക് ശരിക്ക എന്ന പദമാണ് അറബിയിൽ പ്രയോഗിക്കാറുള്ളത്. അഥവാ ഒന്നിൻ്റെ കൂടെ മറ്റൊന്ന് ചേരുക, ഷെയറാവുക, പങ്കുചേരുക, പാർട്ട്നേഴ്സാവുക, ഇതിനൊക്കെയാണ് ഭാഷാപരമായി ശിർക്ക് എന്ന പദം ഉപയോഗിക്കുന്നത്. ഇസ്ലാമിൻ്റെ സാങ്കേതിക ഭാഷയിൽ ശിർക്ക് എന്ന് പറഞ്ഞാൽ റഹ്മാനായ റബ്ബിന്, സൃഷ്ടാവായ അല്ലാഹുവിന് സമന്മാരെ സ്ഥാപിക്കുക എന്നതാണ് ഇസ്ലാമിൻ്റെ സാങ്കേതിക ഭാഷയിൽ ശിർക്ക് എന്നത്. ലോകം മുഴുവൻ സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും എല്ലാം സംവിധാനിക്കുകയും ചെയ്ത, അന്യദാതാവായ വായുവും വെള്ളവും സംവിധാനിച്ച, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച, മനുഷ്യരെ സൃഷ്ടിച്ച, മുഴുവൻ ജീവജാലങ്ങളെയും സൃഷ്ടിച്ചവനായ സൃഷ്ടാവിനോട് സൃഷ്ടിക്കാത്തവരെ, സൃഷ്ടികളെ തുല്യപ്പെടുത്തുക, അതിനാണ് ഇസ്ലാമിൻ്റെ ഭാഷയിൽ ശിർക്ക് എന്ന പദം പ്രയോഗിച്ചു വരുന്നത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഫലാ തജ്അലു ലില്ലാഹി അൻദാദ. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്ത് ബഖറയിലെ 22-ാമത്തെ വചനമാണ്. ഫലാ തജ്അലു ലില്ലാഹി അൻദാദ. നിങ്ങൾ ഒരിക്കലും റഹ്മാനായ റബ്ബിന്, അല്ലാഹു തആലാക്ക് തുല്യന്മാരെ, പങ്കാളികളെ, സമന്മാരെ ഉണ്ടാക്കരുത് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ഈ ആയത്തിൻ്റെ സവിശേഷത, വിശുദ്ധ ഖുർആനിലെ ആദ്യത്തെ വിരോധം ഈ ഒരു ആയത്തിലാണ്. സൂറത്ത് ഫാത്തിഹ ആരംഭിച്ചാൽ 2-ാം അധ്യായത്തിൽ 21-ാമത്തെ ആയത്തിലാണ് 1-ാമത്തെ കൽപ്പനയെങ്കിൽ 22-ാമത്തെ ആയത്തിലാണ് 1-ാമത്തെ വിലക്ക് അല്ലാഹു തആല പ്രയോഗിച്ചത്. ആ വിലക്കാണ്, ആ വിരോധമാണ്, ആ നിരോധമാണ് ഈ ഒരു പദപ്രയോഗം. ഫലാ തജ്അലു ലില്ലാഹി അൻദാദ. അല്ലാഹു തആലാക്ക് നിങ്ങൾ തുല്യന്മാരെ, സമന്മാരെ, പങ്കുകാരെ ഉണ്ടാക്കാൻ പാടില്ല എന്നാണ്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് ചോദിക്കുന്നുണ്ട്, അയ്യു ദംബി അഅ്ളമു, അല്ലാഹുവിൻ്റെ റസൂലേ, ഏറ്റവും വലിയ പാപം ഏതാണ്? മനുഷ്യൻ ചെയ്യുന്ന പാപങ്ങളിൽ, തിന്മകളിൽ ഏറ്റവും വലിയ ഗൗരവമേറിയ പാപമേതാണ് പ്രവാചകരെ എന്ന ചോദ്യത്തിന്
നബി തങ്ങളുടെ മറുപടി അൻതജഅല ലില്ലാഹി നിദ്ദ, അൻതജഅല ലില്ലാഹി നിദ്ദ, അല്ലാഹു തആലാക്ക് നീ തുല്യന്മാരെ ഉണ്ടാക്കലാണ്. വഹുവ ഖലഖക, അവനാകട്ടെ നിന്നെ സൃഷ്ടിച്ചവനാണ് താനും. നിന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിന് നീ തുല്യനെ, ഒരു പങ്കുകാരനെ, ഒരു സമനെ, ആ സൃഷ്ടാവിന് തുല്യമാകുന്ന അർത്ഥത്തിലുള്ള ഒരു സൃഷ്ടിയെ നീ ഉണ്ടാക്കലാണ്, നീ സങ്കല്പിക്കലാണ് ശിർക്ക് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകുന്ന ഏറ്റവും വലിയ പാപത്തിൻ്റെ മറുപടിയായി ആ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അഥവാ ഇസ്ലാമിക ഭാഷയിൽ സൃഷ്ടാവിനോട് ഏതെങ്കിലും സൃഷ്ടിയെ തുല്യപ്പെടുത്തുക, അതിനാണ് ശിർക്ക് എന്ന പദം പ്രയോഗിച്ചു വരുന്നത്. ഒരിക്കലും സൃഷ്ടാവും സൃഷ്ടിയും ഒരുപോലെ ആവുകയില്ല. സൃഷ്ടാവ് വേറെയാണ്, സൃഷ്ടി വേറെയാണ്. സൃഷ്ടാവിൻ്റെ മഹാത്മ്യം, അവൻ്റെ സൃഷ്ടികർത്തത്തിൻ്റെ മഹാത്ഭുതങ്ങൾ കഴിഞ്ഞ സംസാരത്തിൽ ബഹുമാന്യനായ അജ്മൽ ഫൗസാൻ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. എങ്കിൽ ആ സൃഷ്ടാവും ഒന്നുമല്ലാത്ത നിസ്സാരനായ സൃഷ്ടിയും എങ്ങനെയാണ് ഒരുപോലെയാവുക? ഒരിക്കലുമില്ല. ഏതെങ്കിലും കാലത്തിൽ സൃഷ്ടിയും സൃഷ്ടാവും തുല്യമാകുമോ? ഒരിക്കലുമില്ല. എവിടെയും തുല്യമാവുക ഇല്ല. തീർച്ചയാണ് എവിടെയും സൃഷ്ടി സൃഷ്ടാവിനോട് തുല്യമാകുന്ന പ്രശ്നം തന്നെയില്ല. വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി, ഖുൽ ഹുവല്ലാഹു അഹദ്, പ്രവാചകരെ താങ്കൾ പ്രഖ്യാപിക്കണം, പറഞ്ഞു കൊടുക്കണം, ജനങ്ങൾ ഉത്ബോധിപ്പിക്കണം, അറിയിക്കണം. ഹുവല്ലാഹു അഹദ്, പറയുക കാര്യം അല്ലാഹു തആല ഏകനാണ്, അഹദാണ്, ഏകനാണ്, തുല്യതയില്ലാത്തവനാണ്, സമന്മാരില്ലാത്തവനാണ്. എല്ലാ അർത്ഥത്തിലും അല്ലാഹു തആല ഏകനാണ്. റബ്ബുമായി ബന്ധപ്പെട്ട, സൃഷ്ടാവുമായി ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിന് മുഴുവനും അല്ലാഹു തആല ഏകനാണ് എന്നാണ്. അതേ സൂറത്തിൻ്റെ അവസാന വചനത്തിൽ അല്ലാഹു തആല ഒന്നുകൂടെ ഉറപ്പിച്ചു പറഞ്ഞു, വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായി ആരും തന്നെ ഇല്ല. ഏകനായ സൃഷ്ടാവിനോട് തുല്യമാകുന്ന, സമപ്പെടുന്ന ഒരാളും തന്നെ ഇല്ല. അതിനാൽ റബ്ബിന് പങ്കുകാരില്ല, സൃഷ്ടാവിനോട് തുല്യമാകുന്നവരില്ല. ഒരു സൃഷ്ടിയും സൃഷ്ടാവിനെ പോലെ ആവുകയില്ല എന്നർത്ഥം. സൂറത്ത് ശൂറയിൽ ഇതേ ആശയം അല്ലാഹു തആല മറ്റൊരു ശൈലി പരിചയപ്പെടുത്തി, ലൈസ കമിസ്ലിഹി ഷൈ, അല്ലാഹുവിനെ പോലെ യാതൊന്നും തന്നെ ഇല്ല, അവനെ പോലെ ഒന്നുമില്ല, പടച്ച റബ്ബിനെ പോലെ ഒന്നുമില്ല, ഒരു സൃഷ്ടിയുമില്ല, ഒരു വസ്തുവുമില്ല. ലൈസ കമിസ്ലിഹി ഷൈഉൻ, അവനെ പോലെ യാതൊന്നുമില്ല. അല്ലാഹു ഏകനാണ്, അവൻ അഹദാണ്, അവനെപ്പോലെ ആരുമില്ല, ഒന്നുമില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ സൃഷ്ടിയും സൃഷ്ടാവും തുല്യപ്പെടുന്ന ഒരു സാഹചര്യവുമില്ല, ഒരു പോയിന്റുമില്ല. എല്ലാ കാര്യത്തിലും അല്ലാഹു തആല ഏകനാണ് എന്നർത്ഥം. ഇതിന് വിപരീതമാണ് ശിർക്ക് എന്നുള്ളത്. ആ അല്ലാഹുവിന് തുല്യന്മാരെ സ്ഥാപിക്കുക, അവനോട് തുല്യമാകുമെന്ന് വിചാരിക്കുക. ഏതെങ്കിലും സൃഷ്ടിയുടെ ഏതെങ്കിലും ഒരു ഗുണത്തെ, ഒരു പ്രവർത്തനത്തെ പടച്ച റബ്ബിനോട് തുല്യപ്പെടുത്തുക, അതിനാണ് ശിർക്ക് എന്ന് പറയുന്നത്. അല്ലാഹു അല്ലാത്തവർ പ്രാർത്ഥിച്ചാൽ ശിർക്കാണ് നാം കേട്ടു കഴിഞ്ഞ സംസാരത്തിൽ. അല്ലാഹു അല്ലാത്തവരെ ആരാധിച്ചാൽ അത് ശിർക്കാണ് എന്ന് കഴിഞ്ഞ സംസാരങ്ങളിൽ കേട്ടു. അതെ, ആ ശിർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് റഹ്മാനായ റബ്ബിന് മാത്രം അവകാശപ്പെട്ട വല്ലതും റബ്ബല്ലാത്തവർക്ക് വകവെച്ച് നൽകുക എന്നാണ്. ഇമാം സമഅനി റഹിമഹുല്ലാ 1000 വർഷങ്ങൾക്ക് മുമ്പ് ഇക്കാര്യം അദ്ദേഹം പരിചയപ്പെടുത്തി. ഫൽ ഇശ്റാഖു ബില്ലാഹി തആല ഹുവ അൻ യുജ്മഅ മഅല്ലാഹി ഗൈറുല്ലാഹ് ഫീമാ ലാ യജൂസു ഇല്ലാ ലില്ലാഹ് എന്നാണ് അദ്ദേഹം ശിർക്ക് നൽകിയ നിർവചനം. അഥവാ അത് ശിർക്ക് എന്ന് പറഞ്ഞാൽ അൻ യുജ്മഅ മഅല്ലാഹി ഗൈറുല്ലാഹ്, അല്ലാഹുവിൻ്റെ കൂടെ അല്ലാഹു അല്ലാത്തവരെ കൂടി കൂട്ടിച്ചേർക്കലാണ്. ഫീമാ ലാ യജൂസു ഇല്ലാ ലില്ലാഹ്, അല്ലാഹുവിനല്ലാതെ അനുവദനീയമല്ലാത്ത കാര്യങ്ങളിൽ, അല്ലാഹു മാത്രമുള്ള കാര്യങ്ങളിൽ, സൃഷ്ടാവിന് മാത്രം അവകാശപ്പെട്ട, പടച്ച റബ്ബിന് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങളിൽ പടച്ചവനല്ലാത്തവരെ, സൃഷ്ടാവല്ലാത്തവരെ, ഒരു സൃഷ്ടിയെ ആ സൃഷ്ടാവിനോട് കൂട്ടിച്ചേർക്കുക, അതിനാണ് അൽ ഇശ്റാഖ്, ശിർക്ക് ചെയ്യുക എന്ന് പറയുക എന്നാണ് ഇമാം സമഅനി റഹിമഹുല്ലാ രേഖപ്പെടുത്തി വെച്ചത്. അതേപോലെ ശറഹുൽ മഖാസിദ് എന്ന് പറയുന്ന വിശ്വാസം പഠിപ്പിക്കാൻ എഴുതപ്പെട്ട ഗ്രന്ഥത്തിൽ അല്ലാമ തഫ്താസാനി റഹിമഹുല്ലാ അദ്ദേഹം പരിചയപ്പെടുത്തുന്നു, ഇഅ്തിഖാദു അദ്മു ശരീകി ഫിൽ ഉലൂഹിയ്യ, ശരിയായ തൗഹീദ് എന്താണ് എന്ന് പരിചയപ്പെടുത്തുമ്പോൾ അദ്ദേഹം പറഞ്ഞ വാചകമാണ്, ശരിയായ തൗഹീദ് എന്ന് പറഞ്ഞാൽ
ഹഖീഖത്തു തൗഹീദ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ വാചകം ആരംഭിച്ചത്. ഹഖീഖത്തു തൗഹീദ്, ശരിയായ തൗഹീദ് എന്ന് പറഞ്ഞാൽ ഇഅ്തിഖാദു അദ്മി ശരീകി ഫിൽ ഉലൂഹിയത്തി വഖവാസിഹ, അല്ലാഹുവിൻ്റെ ഉലൂഹിയത്ത്, അവൻ്റെ ആരാധ്യത, അവൻ്റെ ദിവ്യത്വം എന്നതിൽ ഒരു പങ്കുകാരനുമില്ല എന്ന് വിശ്വസിക്കലാണ്. അതിൽ മാത്രമല്ല വഖവാസിഹ, അല്ലാഹു തആലക്ക് ഖാസ്സായ, അവന് പ്രത്യേകമായ, അവന് മാത്രമുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിനൊന്നും ഒരു പങ്കുകാരനില്ല. അല്ലാഹു തആലയുടെ ഉലൂഹിയത്തിൽ, അവൻ്റെ ഇലാഹാവുക, ആരാധ്യനാവുക എന്ന വിശേഷണത്തിൽ വഖവാസിഹ, അതിൻ്റെ സവിശേഷമായ എന്തെല്ലാമുണ്ടോ അതിനൊന്നിനും തന്നെ സട്ടാവായ റബ്ബിന് ഒരു സൃഷ്ടിയും തുല്യമാവുകയില്ല, സമന്മാരില്ല എന്ന് വിശ്വസിക്കലാണ് ഹഖീഖത്തു തൗഹീദ്, ശരിയായ തൗഹീദ് എന്നാണ്. ശേഷം അദ്ദേഹം വിശദീകരിക്കുന്നു, വലാ നിസാഅ ലിഅഹ്ലിൽ ഇസ്ലാമി ഫീ അന്ന തദ്ബീറൽ ആലമി വഖൽഖൽ അജ്സാം, മുസ്ലിമീങ്ങൾക്ക് തർക്കമില്ലാത്ത കാര്യമാണ്, അഹ്ലുൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ ആളുകൾക്കിടയിൽ തർക്കമില്ലാത്ത കാര്യമാണ് എന്ത്? തദ്ബീറൽ ആലം, ലോകത്തിൻ്റെ നിയന്ത്രണം എന്നത്, വഖൽഖൽ അജ്സാം, ആളുകളെ, ശരീരങ്ങളെ സൃഷ്ടിക്കുക എന്നത്, വസ്തിഹ്ഖാഖൽ ഇബാദ, ഇബാദത്തിന് അർഹതയുണ്ടാവുക എന്നത്, വഖിദമമായ ഖൂബി നഫ്സിഹി, അല്ലാഹു തആലയുടെ സ്വയം പര്യാപ്തത, അവൻ്റെ ഖിദം, അവൻ മുമ്പേ ഉള്ളവനാണ്, തുടക്കമില്ലാത്തവനാണ് എന്നത്, ഇതൊക്കെ കുല്ലുഹാ മിനൽ ഖവാസ്, ഇത് മുഴുവനും അള്ളാഹുവിൻ്റെ ഖവാസാണ്, അള്ളാഹ്ക്ക് ഖാസായതാണ്, അവന് പ്രത്യേകമായതാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കൂടെ ഒരു മുദബ്ബിറുണ്ടെന്ന് വിശ്വസിച്ചാൽ, അള്ളാഹുവിൻ്റെ കൂടെ ലോകത്തിനെ നിയന്ത്രിക്കുന്ന ഒരു നിയന്താവുണ്ട് എന്ന് വിശ്വസിച്ചാൽ, അള്ളാഹുവിൻ്റെ കൂടെ ഒരു ഖാലിഖ്, ഒരു സട്ടാവുണ്ടെന്ന് വിശ്വസിച്ചാൽ, അള്ളാഹുവിൻ്റെ കൂടെ ഇബാദത്തിന്, പ്രാർത്ഥനയ്ക്ക് അർഹതയുള്ളവൻ ഉണ്ടെന്ന് വിശ്വസിച്ചാൽ, ദുആ ചെയ്താൽ കേൾക്കുന്നവൻ, പ്രാർത്ഥിച്ചാൽ കേൾക്കുന്നവൻ, സഹായാർത്ഥനകളെ കേട്ട് സ്വീകരിച്ച് ഉത്തരമേകുന്നവൻ തുടങ്ങിയ വിശേഷണങ്ങൾ അത് സൃഷ്ടിക്കുണ്ട് എന്ന് ഒരാൾ വിശ്വസിക്കുന്നുവെങ്കിൽ അത് ശിർക്കാണ്, അത് അല്ലാഹുവിൽ പങ്കുചേർക്കലാണ്, തൗഹീദിന് വിരുദ്ധമാണ് എന്നാണ് അല്ലാമ തഫ്താസാനി റഹിമഹുല്ലാ ഇതിലൂടെ പഠിപ്പിച്ചത്. വ്യത്യസ്തരായ പണ്ഡിതന്മാർ പൊതുവായി പറഞ്ഞ പൊതുവായ നിർവചനമാണ് ഇസ്ബാത്തു ശരീകി ഫിൽ ഉലൂഹിയത്തി വഖവാസിഹ എന്നത്. ഇസ്ബാത്തു ശരീക്, ഒരു ശരീക്കിനെ, ഒരു പങ്കുകാരനെ സ്ഥാപിക്കലാണ് ശിർക്ക്. ഫിൽ ഉലൂഹിയ, അള്ളാഹുവിൻ്റെ ആരാധ്യതയിൽ, ഇലാഹാവുക എന്ന ഗുണത്തിൽ ഒരു പങ്കുകാരനെ സ്ഥാപിക്കുക. അതിൽ മാത്രമല്ല വഖവാസിഹ, അതിൻ്റെ ഖവാസിലും, ഉലൂഹിയത്തുമായി ബന്ധപ്പെട്ട, ദിവ്യത്വവുമായി ബന്ധപ്പെട്ട, ആരാധനയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ സവിശേഷത സട്ടാവിനുണ്ടോ ആ ഏതെങ്കിലും സവിശേഷതയിൽ ഒരു പങ്കുകാരനെ സ്ഥാപിച്ചാൽ അത് ശിർക്കാണ്, റബ്ബിൽ പങ്കുചേർക്കലാണ് എന്നാണ് അല്ലാഹു തആല പഠിപ്പിക്കുന്ന ആയത്തിനെ സ്ഥാനമാക്കി, പ്രവാചക വചനങ്ങൾ സ്ഥാനമാക്കി പണ്ഡിതന്മാർ നിർവചനമായി പരിചയപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു തആലക്ക് അവകാശപ്പെട്ട വല്ലതും വല്ലവനും വല്ല സൃഷ്ടിക്കുമുണ്ടെന്ന് വിശ്വസിച്ചാൽ തന്നെ അത് ശിർക്കായി മാറും, ആ വിശ്വാസം ശിർക്കായി മാറും. പ്രപഞ്ച സൃഷ്ടാവിന് മാത്രം അവകാശപ്പെട്ട വല്ലതും വല്ല സൃഷ്ടിക്കും ഒരാൾ വകവെച്ച് കൊടുക്കുന്നുവെങ്കിൽ ആ വിശ്വാസം തന്നെ ശിർക്കാണ്. ആ വിശ്വാസത്തിൽ ഒരാൾ തേടുന്നുവെങ്കിൽ ആ തേട്ടം പ്രാർത്ഥനയാണ്. ആ വിശ്വാസത്തിൽ ഭയപ്പെടുന്നുവെങ്കിൽ ആ ഭയം പോലും ആരാധനയാണ്. ആ വിശ്വാസത്തിൽ ഒരു സൃഷ്ടിയെ ഒരാൾ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ ആ പ്രതീക്ഷ പോലും ആരാധനയാകുന്ന പ്രതീക്ഷയാണ്. ആ വിശ്വാസത്തിൽ ഏതെങ്കിലും സൃഷ്ടിയിലേക്ക് ഒരാൾ അഭയം തേടുന്നുവെങ്കിൽ ആ അഭയത്തേട്ടം, ആ തവക്കുല്, ആ ഇസ്തിആനത്ത്, ആ ഇസ്തിആദത്ത് അതെല്ലാം ഇബാദത്തായ, ആരാധനയായ അതിൻ്റെ വകഭേദങ്ങളാണ് എന്നർത്ഥം. കാരണം അല്ലാഹു തആലക്ക് തുല്യനായി ആരും തന്നെ ഇല്ല. അല്ലാഹു ഏകനാണ്. ഇന്നല്ലാഹ തആല അഹദുൻ ഫീ ദാതിഹി ലാ ഖസീമ ല. അല്ലാഹു തആല അവന്റെ ദാത്തിൽ, സത്തയിൽ ഏകനാണ്. അഹദുൻ ഫീ സിഫാതിഹി, വിശേഷങ്ങൾ ഏകനാണ്. ലാ ശബീഹ ല, തുല്യരാകുന്ന ആരും തന്നെ ഇല്ല. അഹദുൻ ഫീ അസ്മാഇഹി, അവന്റെ നാമങ്ങളിൽ ഏകനാണ്. സമാനമായ നാമങ്ങൾ ഒരു സൃഷ്ടിക്കുമില്ല. അഹദുൻ ഫീ അഫ്ആലിഹി, അവന്റെ പ്രവൃത്തികളിൽ ഏകനാണ്. ലാ ശരീക ല, അവന് പങ്കുകാരില്ല. അഹദുൻ ഫീ ഉലൂഹിയത്തിഹി, ദിവ്യത്വത്തിൽ അവൻ ഏകനാണ്, പങ്കുകാരില്ല.
അഹദും ഫി റുബൂബിയതിഹി, അവൻ്റെ രക്ഷാകർതൃത്വത്തിൽ അവൻ ഏകനാണ്, പങ്കുകാരില്ല. എല്ലാ അർത്ഥത്തിലും അല്ലാഹു ഏകനാണ്. ലൈസ കമിസ്ലിഹി ശൈ വഹുവ സമീഉൽ ബസീർ. അല്ലാഹു തആലയെ പോലെ യാതൊന്നുമില്ല എന്ന് പറഞ്ഞത് എല്ലാത്തിലേക്കും ബാധകമാണ്. അവൻ്റെ വിശേഷണം പോലെ ഒരാൾക്കും വിശേഷണമില്ല. അവൻ്റെ നാമങ്ങൾ പോലെ ഒരാൾക്കും നാമങ്ങളില്ല. അവൻ്റെ പ്രവൃത്തികൾ പോലെ ഒരാൾക്കും പ്രവൃത്തിയില്ല. അവൻ്റെ സത്ത പോലെ ഒരാൾക്കും സത്തയുമില്ല. അല്ലാഹു തആല അഹദാണ്, ഏകനാണ്, സമന്മാരായ ആരുമില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ഏതെങ്കിലും നാമം ഒരു സൃഷ്ടിക്കുണ്ടെന്ന് വിശ്വസിച്ചാൽ അത് റബ്ബിൽ പങ്കുചേർക്കലായി. അവൻ്റെ വിശേഷണം ഒരു സൃഷ്ടിക്കുണ്ടെന്ന് വിശ്വസിച്ചാൽ അത് റബ്ബിൽ പങ്കുചേർക്കലായി മാറി. അല്ലാഹു തആലയുടെ പ്രവൃത്തി ഒരു സൃഷ്ടിക്കത് സമാനമായ പ്രവൃത്തിയുണ്ടെന്ന് വിശ്വസിച്ചാൽ അത് റബ്ബിൽ പങ്കുചേർക്കലായി. അവന് മാത്രം അവകാശപ്പെട്ട ആരാധനകൾ, പ്രാർത്ഥനകൾ, സഹായാർത്ഥനകൾ, നേർച്ച വഴിപാടുകൾ, സത്യം ചെയ്യലുകൾ, തവാഫ്, റുകൂഅ്, സുജൂദ് അടക്കമുള്ള ഇബാദാത്തുകൾ ഒരു സൃഷ്ടിക്കൊരാൾ വകവെച്ച് കൊടുക്കുന്നുവെങ്കിൽ അത് റബ്ബിൽ പങ്കുചേർക്കലായി. അള്ളാഹു കാണും പോലെ കാണുമെന്ന് പറഞ്ഞാൽ അത് ശിർക്കാണെന്നർത്ഥം. അള്ളാഹു കേൾക്കും പോലെ കേൾക്കുമെന്ന് പറഞ്ഞാൽ അത് ശിർക്കാണ് എന്നർത്ഥം. അള്ളാഹു പ്രവർത്തിക്കും പോലെ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞാൽ അത് ശിർക്കാണ് എന്നർത്ഥം. അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട ആരാധനകളിൽ വല്ലതും വല്ല സൃഷ്ടിക്കും ഒരാൾ ചാർത്തിക്കൊടുക്കുന്നുവെങ്കിൽ അത് ശിർക്കാണ് എന്നർത്ഥം. അഥവാ റഹ്മാനായ റബ്ബിന്, സട്ടാവായ റബ്ബിന് ഒരർത്ഥത്തിലും തുല്യന്മാരില്ല, പങ്കുകാരില്ല, സമന്മാരില്ല. അവൻ ഏകനാണ്. ആ ഏകത്വത്തിന് വിരുദ്ധമായി വല്ലതും വല്ലവർക്കും ഒരാൾ വകവെച്ച് കൊടുക്കുന്നുവെങ്കിൽ അതിനാണ് ഇസ്ലാമിൻ്റെ ഭാഷയിൽ ശിർക്കെന്ന് പറയുക. അതുകൊണ്ട് പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം, സർവ്വ ആരാധനകളും റഹ്മാനായ റബ്ബിന് മാത്രം, അള്ളാഹുവിന് മാത്രം. ഒരു സൃഷ്ടിയും ആരാധിക്കപ്പെട്ടുകൂടാ, ഒരു സൃഷ്ടിയും പ്രാർത്ഥിക്കപ്പെട്ടുകൂടാ, ഒരു സൃഷ്ടിയും അഭയം തേടപ്പെട്ടുകൂടാ, ഒരു സൃഷ്ടിയിലും അത്തരം പ്രതീക്ഷകൾ അർപ്പിച്ചുകൂടാ, ഒരു സൃഷ്ടിയിലും തവക്കുലാക്കിക്കൂടാ. എല്ലാ ഇബാദാത്തും റഹ്മാനായ റബ്ബിന് മാത്രം, സാഷ്ടാംഗം അല്ലാഹു തആലാക്ക് മാത്രം, പ്രദക്ഷിണം, തവാഫ് സട്ടാവായ റബ്ബിന് മാത്രം, സഹായാർത്ഥനകൾ റഹ്മാനായ റബ്ബിനോട് മാത്രം, പ്രാർത്ഥനകൾ റഹ്മാനായ റബ്ബിനോട് മാത്രം. ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം, ഇസ്ലാമിൻ്റെ ബേസിലാണ്. ഈ ബേസിൽ നിന്നാണ്, ഈ അടിസ്ഥാനത്തിൽ നിന്നാണ് പിന്നീട് മുസ്ലിം സമുദായം വഴിമാറി സഞ്ചരിച്ചത്. അവിടെ വ്യതിയാനം സംഭവിച്ചു. ഈ അടിസ്ഥാന തത്വത്തിൽ നിന്ന് മുസ്ലിം സമുദായത്തിന് പല കാലഘട്ടങ്ങളിലായും വ്യതിയാനം സംഭവിച്ചു. ആദ്യമായി ഇതിൽ മാറ്റം വരുത്തിയത് ഷിയാക്കൾ എന്നറിയപ്പെടുന്ന ലോകവ്യാപകമായി ഇന്നും എല്ലാ ശിർക്കിനെയും, മുഴുവൻ അന്ധവിശ്വാസങ്ങളെയും, എല്ലാ ഖുറാഫാത്തുകളെയും പ്രൊമോട്ട് ചെയ്യുന്ന ഷിയാക്കളാണ്. ഈ അടിസ്ഥാന തത്വത്തിൽ നിന്ന് ആദ്യമായി അവർ വഴിതിരിഞ്ഞു പോയ ആളുകൾ. അവർ ചെയ്തത് ശിർക്ക് എന്ന് പറഞ്ഞ ഇസ്ലാം പരിചയപ്പെടുത്തിയ ഈ പറയപ്പെട്ട കാര്യത്തിന് ഒരു പുതിയ തലം, ഒരു പുതിയ നിർവചനം അവർ കൊണ്ടുവന്നു. അവിടുന്നാണ് ആ വ്യതിയാനം ആരംഭിക്കുന്നത്. ഷിയാക്കളുടെ വലിയ ആത്മീയ നേതാവായി അവർ പരിചയപ്പെടുത്തുന്ന ഇമാം ഖുമൈനി എന്ന് അവർ വിളിക്കുന്ന ഖുമൈനി എന്ന് പറയുന്ന ഷിയാക്കൾ ആത്മീയ നേതാവ്, അദ്ദേഹത്തിൻ്റെ കശ്ഫുൽ അസ്റാർ എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം ശിർക്കിനെ കുറിച്ച് പരിചയപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം പറഞ്ഞു, അന്ന ശിർക ഹുവ ത്വലബു ശൈഇൻ മിൻ അഹദിൻ ഗൈരില്ലാഹി ബിഇതിബാരി അന്നഹു റബ്ബുൻ എന്നാണ്. ശിർക്ക് എന്ന് പറഞ്ഞാൽ ത്വലബു ശൈഇൻ, വല്ലതും തേടലാണ്, മിൻ അഹദിൻ ഗൈരില്ലാ, അല്ലാഹു അല്ലാത്ത ആരിൽ നിന്നെങ്കിലും വല്ലതും തേടലാണ്. എങ്ങനെ? ബിഇതിബാരി അന്നഹു റബ്ബുൻ, അത് റബ്ബാണ് എന്ന വിശ്വാസത്തിൽ, സട്ടാവാണ് എന്ന വിശ്വാസത്തിൽ തേടലാണ് ശിർക്ക്, അല്ലെങ്കിൽ ശിർക്കല്ല എന്നാണ്. വമാ അദാ ദാലിക ഫലൈസ ശിർക, അതല്ലാത്തതൊന്നും ശിർക്കല്ല എന്ന് അദ്ദേഹം പറഞ്ഞുവെന്ന് മാത്രമല്ല, ഒന്നുകൂടെ അദ്ദേഹം വ്യക്തമാക്കി പറഞ്ഞു, വലാ ഫർഖ ഫീ ദാലിക ബൈനൽ ഹയ്യി വൽ മയ്യിതി, ഒരു മയ്യിത്താവട്ടെ അതേപോലെ ജീവിച്ചിട്ടുള്ളതാവട്ടെ, അതൊന്നും ഈ വിഷയത്തിൽ വ്യത്യാസമില്ല. ഹത്താ ഇന്ന അന്ന തലബൽ ഹാജത്തി മിൻ ഹജരി വൽ മദരി ലൈസ ശിർക, ഒരു കല്ലിനോട് തേടിയാൽ പോലും അതും ശിർക്കാവുക ഇല്ല. റബ്ബാണ് എന്ന വിശ്വാസമില്ലെങ്കിൽ, സ്വയം കഴിവുള്ള സട്ടാവായ റബ്ബാണ് എന്ന വിശ്വാസമില്ലാത്ത കാലത്തോളം ഒരു കല്ലിനോട് തേടിയാലും ശരി, ആ തേട്ടം ശിർക്കല്ല, റബ്ബിൽ പങ്കു ചേർക്കലല്ല എന്ന പുതിയ നയം
മുസ്ലിം ഉമ്മത്തിൽ ആദ്യമായി കണ്ടുപിടിച്ച് അവതരിപ്പിച്ചത് ഷിയാക്കളാണ്. അതിലൂടെയാണ് ഷിയാക്കൾ ഇന്ന് കാണുന്ന മുഴുവൻ അന്ധവിശ്വാസങ്ങളെയും അവർ പ്രമോട്ട് ചെയ്തത്. എവിടെയും പോയി തേടാൻ, ആരോടും പ്രാർത്ഥിക്കാൻ, ആരെയും വിളിച്ച് സഹായത്തിന് അർത്ഥിക്കുവാൻ, ആരെയും അവർക്ക് ആ നിലക്ക് അവലംബിക്കുവാനെല്ലാമുള്ള വഴി അവർ തുറന്നു വെച്ചത് ഈ പുതിയ വ്യാഖ്യാനം വഴിയായിരുന്നു. അതേ വ്യാഖ്യാനമാണ് പിന്നീട് സൂഫികൾ, ത്വരീഖത്തുകാർ, തസവൂഫുകാർ ഏറ്റെടുത്തത്. അതേ വ്യാഖ്യാനമാണ് നമ്മുടെ നാടുകളിൽ സമസ്ത എന്ന് പറയുന്ന സംഘങ്ങൾ ഔദ്യോഗികമായി ഏറ്റെടുത്ത ആശയമെന്നത്. എന്താണോ ഷിയാക്കൾ ഷിർക്കിൻ്റെ ബേസായി പഠിപ്പിച്ചത്, എന്താണോ സൂഫികൾ ഷിർക്കായി അവരിൽ നിന്ന് പിന്നീട് കടമെടുത്ത് സ്വീകരിച്ചു പോകുന്നത്, അതേ ആശയം തന്നെയാണ് ഇവിടെ സമസ്തയുടെ ആളുകളും ഏറ്റെടുത്തു പോകുന്നത്. അവരുടെ വ്യത്യസ്തമായ ഗ്രന്ഥങ്ങളിൽ ധാരാളമായി നമുക്ക് ആ പ്രയോഗങ്ങളെ കാണാൻ കഴിയും. സുലൈമാൻ സഖാഫിയെ പോലെ, നെല്ലിക്കുത്തി ഇസ്മായിൽ മുസ്ലിയാരെ പോലെ ധാരാളം സമസ്ത പണ്ഡിതന്മാർ വ്യത്യസ്തമായ ഗ്രന്ഥങ്ങളിൽ ഇതേ ആശയം എഴുതി വെച്ചത് കാണാം. എഴുതി വെക്കുക മാത്രമല്ല, അത് പ്രസംഗിക്കുകയും ചെയ്തു. ഒരു ചെറിയ സംസാരത്തിൻ്റെ ഭാഗം സുലൈമാൻ സഖാഫി മാളിയേക്കൽ പ്രസംഗിച്ച ഒരു പ്രസംഗത്തിൻ്റെ ഒരു ഭാഗം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പ്രകാശം തന്ന് സഹായിക്കുന്നുണ്ട്, എന്നാൽ അവരോട് ആരും സഹായം തേടാറില്ല. അതും ഇതുമായിട്ടുള്ള വ്യത്യാസം എന്താണ്? സൂര്യനോട് സഹായം ചോദിക്കാത്തതിന് തരുന്നുണ്ട്, അതുകൊണ്ടായിരിക്കും ആരും ചോദിക്കാത്തത്. ഇനിയിപ്പോൾ ഒരു സൂര്യനോടാണ് സഹായം ചോദിച്ചു, എന്നാ എന്താ സംഭവിക്കാം? സൂര്യനോടല്ല, എൻ്റെ മുമ്പിലുള്ള ഈ മൈക്കിനോട് ഞാൻ സഹായം ചോദിച്ചു, എന്താ സംഭവിക്കാം? മൈക്കിനോട് ഞാൻ ഇങ്ങനെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ പിരിവെടുത്തിട്ട് എന്നെ കുതിരടുത്ത് കൊണ്ടുപോകും, അതിന് സാധ്യതയുണ്ട്. പക്ഷെ ആള് മുശ്രിക്കാവൂല. മുശ്രിക്കാകണമെങ്കിൽ ഈ സാധനം ദൈവികമായ സ്വയം പര്യാപ്തതയുള്ള മഅബൂദായ ആരാധ്യനായ ഒരു വസ്തുവാണ്, അല്ലെങ്കിൽ ഒരു ശക്തിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ മാത്രമേ ശിർക്ക് വരുള്ളൂ. അത് ഇതിന്റെ കാര്യമല്ല. ഈ സ്പീക്ക് സ്റ്റാൻഡ് ആവട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും എന്ത് സാധനമാവട്ടെ, ഏത് സാധനത്തോടും സഹായം ചോദിക്കുന്നത് ശിർക്കായി തീരണമെങ്കിൽ ഈ വിശ്വാസത്തോടെ ചോദിക്കണം. അല്ലെങ്കിൽ ചിലപ്പോ സഹായം കിട്ടൂല. മൈക്കനോട് ചോദിച്ചാൽ വല്ലതും കിട്ടുമോ? ഒന്നും കിട്ടൂല. സൂര്യനോട് ചോദിച്ചാൽ രാത്രി ഇപ്പൊ ഞാൻ സൂര്യനോട് ഇങ്ങനെ സഹായം ചോദിക്കാം, സൂര്യൻ വെളിച്ചം തരുമോ? ഇല്ല, തന്നോണമെന്നില്ല. പക്ഷെ ചോദിച്ചു എന്നതുകൊണ്ട് ശിർക്ക് വരില്ല. കണ്ടോ? അപ്പൊ ഏതിനോട് ചോദിച്ചാലും ശിർക്ക് വരില്ല. സൂര്യനോട് ചോദിച്ചാലും ശരി, ചന്ദ്രനോട് ചോദിച്ചാലും ശരി, മൈക്കിനോട് ചോദിച്ചാലും ശരി, സ്പീക്കിംഗ് സ്റ്റാൻഡോട് ചോദിച്ചാലും ശരി, ശിർക്ക് വരണമെങ്കിൽ സ്വയം പര്യാപ്തതയുള്ള മഅബൂദായ, ഇലാഹായ, ഖാലിഖായ, സട്ടാവായ, ആരാധ്യനായതാണ് എന്ന് വിശ്വാസം വേണം. അല്ലെങ്കിൽ ശിർക്ക് വരില്ല. ഈ വിശ്വാസമാണ് ഷിയാ വിശ്വാസം. ഇതാണ് സൂഫി മാർഗം. ഇതാ ത്വരീഖത്തുകാർ പ്രചരിപ്പിക്കുന്നത്. ഇത് തന്നെയാണ് സമസ്ത ഇവിടെ ഏറ്റെടുത്ത് പ്രചരിപ്പിക്കുന്നതും. അഥവാ ഒരു സൃഷ്ടിക്ക് സ്വയം കഴിവുണ്ട് എന്ന് വിശ്വസിക്കാത്ത കാലത്തോളം ശിർക്ക് സംഭവിക്കുകയില്ല എന്ന ഈ ഷിയ ആശയമാണ് അവരിവിടെ പ്രചരിപ്പിച്ചതെന്നർത്ഥം. അതിൻ്റെ അനന്തരഫലമോ ആരെക്കുറിച്ചും എന്തും വിശ്വസിക്കാമെന്നായും എന്തും പറയാമെന്നായി എത്ര വലിയ ദൈവീകമായ പരിവേഷം അവർക്ക് ചാർത്തിക്കൊടുത്താലും ശരി, അതൊന്നും ശിർക്കല്ല. സ്വയം കഴിവുണ്ട് എന്ന വിശ്വാസമില്ലെങ്കിൽ എന്ന് വന്നു. CM മടവൂർ എന്ന് പറയുന്ന കോഴിക്കോട് ജില്ലയിൽ ജീവിച്ചു മരണപ്പെട്ടു പോയ ഒരു മനുഷ്യനെ കുറിച്ച് ഇറങ്ങിയ സ്മരണികയുണ്ട്, CM സ്മരണിക. അതിൽ കാണാം, മഹാന്മാർ അള്ളാഹു കാണും പോലെ കാണും, കേൾക്കും പോലെ കേൾക്കും, പ്രവർത്തിക്കും പോലെ പ്രവർത്തിക്കുമെന്നാണ്. മഹാന്മാർ അള്ളാഹു കാണും പോലെ കാണും, കേൾക്കും പോലെ കേൾക്കും, പ്രവർത്തിക്കും പോലെ പ്രവർത്തിക്കുമെന്നാണ്. എൻ്റെ കൈവശമുണ്ട് ആ സ്മരണിക. അഥവാ അതിനും പ്രശ്നമില്ല. കാരണം എന്താ? അത് സ്വയം കഴിവല്ല എന്ന് വിശ്വസിച്ചാൽ മതി എന്നാണ്. അള്ളാഹു നൽകിയ കഴിവാണ്, കൊടുത്ത കഴിവാണ് എന്ന് വിശ്വസിച്ചാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല. എങ്കിൽ അല്ല കാണും പോലെ കാണുമെന്നും വിശ്വസിക്കാം, അല്ല കേൾക്കും പോലെ കേൾക്കുമെന്നും വിശ്വസിക്കാം എന്ന അപകടം പിടിച്ച അവസ്ഥയിലേക്ക് ഈ സമുദായത്തെ കൊണ്ടെത്തിച്ചു. മാത്രവുമല്ല, അതേ CM മടവൂർ എന്ന് പറയുന്ന മനുഷ്യരെ കുറിച്ച് അവസാനം പറഞ്ഞെത്തിയത് അദ്ദേഹമാണ് മുദബ്ബിറുൽ ആലം എന്നാണ്. ഈ ലോകത്തിൻ്റെ മൊത്തം, പ്രപഞ്ചത്തിൻ്റെ മൊത്തം മുദബ്ബിർ, അതിലെ കൺട്രോളർ, എല്ലാം നിയന്ത്രിക്കുന്നവൻ CM മടവൂരാണ് എന്ന് 1, 2, 3, 4, 10 എല്ലാ ഉസ്താദുമാരും അത് വിശ്വസിക്കുകയും ധാരാളം ഉസ്താദുമാർ അത് വ്യത്യസ്തമായ ശൈലിയിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ആകാശഭൂമികളെയും സൂര്യചന്ദ്രന്മാരെയും മുഴുവൻ പ്രപഞ്ചത്തെയും നിയന്ത്രിക്കുന്ന
മുദബ്ബിറുൽ ആലം, സട്ടാവല്ലാത്ത അല്ലാഹുവല്ലാത്ത ബാക്കി എല്ലാത്തിനെയും CM ആണ് കൺട്രോൾ ചെയ്യുന്നത്. വിമാനങ്ങളെ CM ആണ് നിയന്ത്രിക്കുന്നത്. സൂര്യനെയും ചന്ദ്രനെയും CM ആണ് നിയന്ത്രിക്കുന്നത്. പരലോകവും അടക്കം CM-ന്റെ കൺട്രോളിലാണ്. നരക സ്വർഗം വരെ അദ്ദേഹമാണ് കൺട്രോൾ ചെയ്യുന്നത്. നാം ശ്വസിക്കുന്ന വായുവും നടക്കുന്ന കാലും പിടിക്കുന്ന കൈകളും എല്ലാം CM-ന്റെ വകയാണ്, CM നൽകുന്നതാണ് എന്ന് വരെ പ്രസംഗിക്കാൻ ധൈര്യമുള്ള മനുഷ്യന്മാരുണ്ടായി. ഒരു ഉസ്താദിന്റെ സംസാരം ശ്രദ്ധിക്കുക നിങ്ങൾ. എവിടെയെങ്കിലും എല്ലാ അനുഗ്രഹങ്ങളും മടവൂർ ശൈഖിൽ നിന്നാണെന്ന് പറയാൻ പാടില്ല എന്ന ഒരു ലഫ്ദ് ഈ ശവ്വാൽ 1 മുതലുള്ള ഒരൊറ്റ പ്രസംഗത്തിലും പറയാൻ കഴിഞ്ഞില്ല. കാരണം അയാൾ അത് പറയുമ്പോൾ ശ്വസിക്കുന്ന ശ്വാസം പോലും ശൈഖുനയിൽ നിന്നാണ്. നിങ്ങൾ കുടിക്കുന്ന വെള്ളം യുക്തിവാദി അള്ളല്ലാരും കുടിക്കുമ്പോ ആരെ വെള്ളമായി കുടിക്കുന്നത്? അള്ളാഹ് കൊടുക്കുന്ന വെള്ളം. മടവൂർ ശൈഖ് അല്ല എന്ന് പറയുന്ന വഹാബി ഓൻ പ്രസംഗിക്കാൻ നടന്നു പോകുന്നത് ശൈഖുന കൊടുക്കുന്ന ഖുവ്വത്ത് റഹ്മാനല്ലേ അള്ളാഹ് എല്ലാവർക്കും കൊടുക്കും. അതേ ശൈലിയാണ് ഔലിയാക്കന്മാരും. കണ്ടോ, അതേ ശൈലിയാണ് ഔലിയാക്കന്മാരും. നഊദു ബില്ലാഹ്. അല്ലാഹ് റഹ്മാന എല്ലാവർക്കും കൊടുക്കും എന്ന പോലെയാണ് ഔലിയാക്കന്മാരും. ചീത്ത പറഞ്ഞവർക്കും അവർ നൽകും, എല്ലാവർക്കും അവർ നൽകും. അതുകൊണ്ട് കുടിക്കുന്ന വെള്ളം ശൈഖുനായിൽ നിന്നാണത്രേ, നടക്കാനുള്ള ശക്തി ശൈഖുനായിൽ നിന്നാണത്രേ, ശ്വസിക്കുന്ന വായു ശൈഖുനായിൽ നിന്നാണത്രേ. ഇവിടേക്ക് എത്തി മുസ്ലിം ഉമ്മത്ത്. ഇതൊന്നും ശിർക്കല്ല. കാരണം എന്താ? സ്വയം കഴിവില്ല എന്ന് വിശ്വസിച്ചാൽ മതി. അള്ളാഹു നൽകിയ കഴിവാണ് എന്ന് വിശ്വസിച്ചാൽ മതി. ഇലാഹല്ല ഖാലിഖല്ല എന്ന് വിശ്വസിച്ചാൽ പിന്നെ ഇതൊന്നും ശിർക്കല്ല എന്ന ഇതിൻ്റെ അനന്തര ഫലമെന്നോണം ഇന്ന് തേട്ടങ്ങൾ മുഴുവൻ മഹാന്മാരിലേക്ക് പോയി. ദർഗകൾ ധാരാളമായി ഉയർത്തപ്പെട്ടു, ഖബറുകൾ കെട്ടിയുണ്ടാക്കപ്പെട്ടു. അതേപോലെ മാലകൾ, മൗലീദുകൾ, റാത്തീബുകൾ തുടങ്ങി വ്യത്യസ്തമായ ഇത്തരം സംഗതികൾ ആളുകളുടെ ആശാ കേന്ദ്രങ്ങളായി മാറി. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അല്ലാഹ് എന്ന വിളിക്ക് പകരം മഹാന്മാരിലേക്കുള്ള വിളി പോയി. ഖബറാളികളോട്, മരിച്ചു മറമാടപ്പെട്ടവരോട്, തങ്ങളോട്, ബീവിയോട്, ഖോജയോട്, സിദ്ധനോട്, ഷെയ്ഖിനോട്, ജിന്നിനോട്, മലക്കിനോട് എല്ലാം വിളിച്ചു തേടുന്ന ശിർക്കൻ ആശയത്തിലേക്ക് ഈ ഉമ്മത്തിലെ മഹാഭൂരിപക്ഷം ആളുകളും വഴിമാറിപ്പോവുകയാണ്. എന്നു മാത്രമല്ല, നമ്മളൊക്കെ പ്രഖ്യാപിക്കുന്ന ഹസ്ബി അല്ലാഹ്, എനിക്കല്ല മതി എന്ന പ്രഖ്യാപനത്തിന് പകരമായി നമുക്ക് CM മതി എന്നുവരെ പ്രഖ്യാപിക്കുന്ന അവസ്ഥയിലേക്ക് പോലും എത്തി. ഒരു സംസാരം കൂടി നിങ്ങൾ കേൾക്കുക. നമ്മളെല്ലാ കാര്യം വന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് പറഞ്ഞാൽ അതവിടെ ഫത്ഹാകാതിരിക്കുകയില്ല. എന്ത് കാര്യമായാലും വേണ്ടിയില്ല, സാമ്പത്തികമായാലും വേണ്ടിയില്ല, ശാരീരികമായാലും വേണ്ടിയില്ല, മാനസികമായാലും വേണ്ടിയില്ല, എന്ത് കാര്യവും ഇവിടെ വന്ന് പറഞ്ഞാൽ ഫത്ഹാകും എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല. എത്ര 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 അനുഭവങ്ങൾ കണ്ടോ സഹോദര. ശൈഖുന മദീന മുഖീന. എന്ത് കാര്യമായിക്കോട്ടെ, ഏത് കാര്യമായിക്കോട്ടെ, അവിടെ പോയി പറഞ്ഞാൽ ഫത്ഹാവാതിരിക്കില്ല, അതിനൊക്കെ തുറവി ലഭിക്കാതിരിക്കില്ല എന്ന് പച്ചക്ക് സംസാരിക്കുന്ന ഉസ്താദുമാരുള്ള സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞു. ഇതിനൊക്കെ ബേസ് ഈ തൗഹീദ് ശിർക്ക് കൊണ്ടുവന്ന മാറ്റം തന്നെയാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് എല്ലാ ഇബാദത്തും വഴിമാറി. നേർച്ചകൾ മഹാന്മാരിലേക്കായി പോയി, സത്യം ചെയ്യൽ മഹാന്മാരുടെ പേരിലായി മാറി, തവാഫ് പോലും ദർഗകളിലായി മാറി, സുജൂദ് പോലും സിദ്ധന്മാരുടെ ശൈഖന്മാരുടെ മുമ്പിൽ പോയി സമർപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. മാലപ്പാട്ടുകളിൽ, മൗലിദ് കിതാബുകളിൽ ഇതേ ആശയമുണ്ടായി. വല്ലാ നിലത്തീരുമെന്നെ വിളിപ്പോർക്ക് വൈബൂടതു തീരം ചെയ്യും ഞാനെന്നോവർ. എവിടുന്ന് വിളിച്ചാലും ശരി അവർക്കെല്ലാം ഞാൻ ഉത്തരം ചെയ്യാമെന്ന് മൊഹീദ്ദീൻ ഷെയ്ഖിൻ്റെ പേരിൽ, റിഫായി ഷെയ്ഖിൻ്റെ പേരിൽ, വ്യത്യസ്തരായ മഹാന്മാരുടെ പേരിൽ പ്രചരിപ്പിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഇല്ല സഹോദരങ്ങളെ, അങ്ങനെ കഴിവില്ല, അങ്ങനെ സിദ്ധിയില്ല, അങ്ങനെ കഴിവ് അല്ലാഹുക്കും നൽകിയിട്ടില്ല, നൽകുകയുമില്ല. അത് സട്ടാവിൻ്റെ മാത്രം കഴിവാണ്, അത് സട്ടാവിൻ്റെ മാത്രം സവിശേഷതയാണ്, അവന് മാത്രം അവകാശപ്പെട്ടതാണ്, അവന് ഖാസ്സായതാണ്. അത് അല്ലാഹു അല്ലാത്തവർക്ക് അല്ല കൊടുത്തു എന്ന് പറഞ്ഞാൽ അല്ലാഹു സ്വയം ഒരു പങ്കുകാരനെ സ്വീകരിച്ചുവെന്നാണല്ലോ അതിനർത്ഥം. അങ്ങനെ കഴിവ് സൃഷ്ടികൾക്കില്ല. ഏത് സൃഷ്ടിക്കും അല്ലാഹു നിശ്ചയിച്ച ഒരു പരിധിയുണ്ട്, ഒരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥക്കുള്ളിൽ മാത്രമേ ഏത് സൃഷ്ടിയും പ്രവർത്തിക്കുകയുള്ളൂ. അതിനാണ് അൽ അസ്ബാബ്, കാര്യകാരണ ബന്ധങ്ങളെന്ന് മുൻഗാമികൾ പരിചയപ്പെടുത്തി പോകുന്നത്. ഏത് സൃഷ്ടിക്കും അല്ലാഹു നിശ്ചയിച്ച അതിൻ്റെ സൃഷ്ടിപരമായ പ്രകൃതിപരമായ ഒരു വ്യവസ്ഥ, ഒരു സിസ്റ്റം, ആ വ്യവസ്ഥക്കുള്ളിൽ നിന്നുകൊണ്ട്
കാണാനും കേൾക്കാനും എടുക്കാനും പിടിക്കാനും നടക്കാനും അറിയാനും കഴിയുമെന്നല്ലാതെ അതിനപ്പുറത്തേക്കുള്ള കഴിവ് പടച്ച റബ്ബിന് മാത്രമാണ്. മാലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്, അല്ലാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങളെന്ന് മുൻഗാമികൾ പ്രയോഗിച്ചത് കാണാം. എന്നൊക്കെ കാര്യകാരണ ബന്ധങ്ങളെന്ന് പണ്ഡിതന്മാർ പ്രയോഗിച്ചത് കാണാൻ കഴിയും. അതിനപ്പുറമുള്ള കഴിവ് ഒരു സൃഷ്ടിക്കുണ്ട് എന്ന് വിശ്വസിച്ചാൽ തന്നെ അസ്ബാബുകൾക്ക് അതീതമായ, ഈ വ്യവസ്ഥകൾക്ക് അതീതമായ, ദൃശ്യമായ സംവിധാനങ്ങൾക്ക് അതീതമായ അഭൗതികമായൊരു കഴിവ്, അദൃശ്യമായൊരു കഴിവ്, വ്യവസ്ഥകൾക്ക് അതീതമായ, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ കഴിവ് ഒരു സൃഷ്ടിക്കുണ്ട് എന്ന് വിശ്വസിച്ചാൽ തന്നെ അത് റബ്ബിൽ പങ്കുചേർക്കലായി മാറി, അത് ശിർക്കായി മാറി. അത്തരം കഴിവ് ഒരു മഹാനുമില്ല, ഒരു വലിയനുമില്ല, ഒരു തങ്ങൾക്കുമില്ല, ഒരു പ്രവാചകനുമില്ല, ഒരു സൃഷ്ടിക്കുമില്ല, ഒരു ജിന്നിനുമില്ല, ഒരു മലക്കിനുമില്ല, ഒരു പിശാചിനുമില്ല. അത് റഹ്മാനായ റബ്ബിന് മാത്രം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹു തആലക്കല്ലാതെ ഒരു കഴിവുമില്ല, ശക്തിയുമില്ല എന്ന പ്രഖ്യാപനം അതിനാണ് അറിയിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വസ്തുതയിലേക്ക് നമ്മൾ തിരിച്ചു വരേണ്ടതുണ്ട്. സംഘടന പക്ഷപാതിത്വത്തിന് വേണ്ടിയോ നേതാക്കൾക്ക് വേണ്ടിയോ ഒന്നും ചെയ്യേണ്ടുന്ന ഒന്നല്ല ശിർക്ക് എന്നത്. ഏറ്റവും വലിയ പാപമാണ് ശിർക്ക്. ആ ശിർക്ക് സംഭവിച്ചാലുള്ള 10 അപകടം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കാം. ഒന്നാമതായി ഖുർആൻ പറഞ്ഞത് ഏറ്റവും വലിയ പാപമാണ് ശിർക്ക് എന്നാണ്. ഇന്ന ശിർക ലദുൽമുൻ അളീം. ഒരു മനുഷ്യൻ ചെയ്യുന്ന പാപങ്ങളിൽ ഏറ്റവും വലിയ പാപം ശിർക്കാണ്. നബി തങ്ങളും പറഞ്ഞു 7 വൻ പാപങ്ങൾ. അതിൽ ഒന്നാമത്തെ പാപം അൽ ഇശ്റാഖ് ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കു ചേർക്കലാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. രണ്ടാമത്തെ പോയിന്റ്, ഏറ്റവും വലിയ വഴികേടാണ്, പിഴച്ച മാർഗമാണ് റബ്ബിൽ പങ്കു ചേർക്കുക. വിശുദ്ധ ഖുർആൻ പറഞ്ഞു വമൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ളല്ല ളലാലൻ ബഈദാ. ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നുവെങ്കിൽ അവൻ അതിവിദൂരമായ വഴികേടിലാണ് അവൻ ചെന്ന് ആപ്പതിക്കുന്നത് എന്നാണ്. മൂന്നാമത്തെ കാര്യം, എല്ലാ കർമ്മങ്ങളും നിഷ്ഫലമായി പോകും ശിർക്ക് ചെയ്താൽ. നിസ്കാരവും നോമ്പും സകാത്തും ഹജ്ജും ദിക്റും ദുആഉം സ്വലാത്തും തസ്ബീഹും ഖുർആൻ പാരായണവും അടക്കമുള്ള മുഴുവൻ നന്മകളും തകർന്നു പോകാൻ, പൊളിഞ്ഞു പോകാൻ അത് നിമിത്തമായി മാറും. ലൈൻ അസ്തക്ത ലയഹ്ബതന്ന അമലുക. നീ ശിർക്ക് ചെയ്താൽ നിന്റെ അമലുകൾ ബാത്തിലാകും. വലൗ അസ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ. ആ അമ്പിയാക്കൾ ആര് ശിർക്ക് ചെയ്താലും ശരി, ചെയ്ത അമലുകൾ ബാത്തിലാകുമെന്ന് സൂറത്ത് അല്ലാഹു തആല പരിചയപ്പെടുത്തി. നാലാമതായി, പശ്ചാത്താപമില്ലാതെ തൗബയില്ലാതെ ഒരിക്കലും പൊറുക്കാത്ത പാപമാണ് ശിർക്ക്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ശിർക്ക് അല്ലാഹു പൊറുക്കില്ല, അല്ലാത്തതെല്ലാം അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു തആല പുറത്തു കൊടുത്തേക്കാമെന്നാണ്. അഞ്ചാമത്തെ കാര്യം, ശിർക്ക് ചെയ്താൽ സ്വർഗ്ഗം ഹറാമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. സ്വർഗ്ഗം നിഷിദ്ധമാണ്, ഹറാമാണ്. ഒരു കാലത്തും സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. ആറാമതായി, നരകം അനിവാര്യമാണ്, നിർബന്ധമാണ്. അവന്റെ സങ്കേതം, വാസസ്ഥലം നരകമാണ് എന്നാണ്. ഏഴാമതായി, ശിർക്ക് ചെയ്ത് ശിർക്കിലായി ജീവിച്ച് ശിർക്കോടുകൂടി മരിച്ചുപോയവന് വേണ്ടി മറ്റുള്ളവർക്ക് പ്രാർത്ഥിക്കാൻ പോലും അർഹതയില്ല, അവകാശമില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയിൽ പരിചയപ്പെടുത്തി. എട്ടാമതായി, ശിർക്ക് ചെയ്യുന്ന ഒരാൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്കും യാതൊരു പ്രസക്തിയുമില്ല എന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി തങ്ങളെ പഠിപ്പിക്കുന്നു. ഒമ്പതാമതായി, പരലോകത്ത് വരുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ശുപാർശ, ശഫാഅത്ത് തടയപ്പെടും ശിർക്ക് ചെയ്യുന്ന ആളുകൾക്ക്. നബി തങ്ങൾ പറഞ്ഞു ഫഹിയനായത്തുൻ മിൻ മൻ മാത മിൻഹും ലാ യുശ്രികു ബില്ലാഹി ശൈആ. ശിർക്കില്ലാതെ മരിച്ചവർക്കാണ് ശഫാഅത്ത് ലഭിക്കുക. പത്താമതായി, പരലോകത്ത് വരുമ്പോൾ വിചാരണ സമയത്ത് അല്ലാഹു തആല പറയും, ആരെയാണോ ആരാധിച്ചത് അവരിൽ നിന്ന് പ്രതിഫലം കാംക്ഷിച്ചു കൊള്ളുക, എന്നോട് പ്രതിഫലം കാംക്ഷിക്കേണ്ടതില്ല എന്ന് അല്ലാഹു തആല പറയും. മൻ കാന യഅ്ബുദു ശൈഅൻ ഫൽയത്തബിഉഹു. എന്തിനെയാണോ ആരാധിച്ചത് അതിൻ്റെ പിന്നാലെ കൂടിക്കോ എന്ന് പറഞ്ഞ് അവഗണിക്കപ്പെടുമെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, എന്തു ന്യായം പറഞ്ഞാലും ശരി, അല്ലാഹുവിനോടല്ലാതെ പ്രാർത്ഥിക്കാൻ ന്യായമില്ല. റബ്ബില്ലാത്തവരേക്ക് പ്രാർത്ഥനകൾ കൊണ്ടുപോകാൻ യാതൊരു ന്യായവുമില്ല. അല്ലാഹു തആല പറഞ്ഞു, മൻ യദ്ഉ മഅല്ലാഹി ഇലാഹൻ
ഇലാഹൻ ആഖറ ലാ ബുർഹാന ലഹു ബിഹി, പടച്ച റബ്ബിന് പുറമെ മറ്റൊരു ആരാധ്യനോട് വല്ലവനും പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അവനത് തെളിവില്ല എന്ന് അല്ലാഹു തആല പറയുമ്പോൾ പിന്നെ തെളിവുണ്ട് എന്ന് ആര് പറഞ്ഞാലും അതൊന്നും തെളിവല്ല. ന്യായമുണ്ട് എന്ന് ആരെങ്ങനെ പ്രസംഗിച്ചാലും അത് ന്യായമല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം തീരുമാനിക്കേണ്ടത് ആരെന്തു ന്യായം പറഞ്ഞാലും ശരി, ഞാൻ എൻ്റെ സൃഷ്ടാവിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ, അവനോട് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് ഉറപ്പിക്കുക. എന്തു ന്യായം ആര് പറയട്ടെ, നമുക്ക് പ്രഖ്യാപിക്കാം, ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ, ഞാൻ ദുആ ചെയ്യുന്നത് എൻ്റെ റബ്ബിനോട് മാത്രമാണ്. വലാ ഉശ്രികു ബിഹി അഹദാ, അവനിൽ ഒരാളെയും ഞാൻ പങ്കു ചേർക്കുകയില്ല. ഹസ്ബിയല്ലാ, എനിക്കല്ല മതി. ഹസ്ബുനല്ലാ, ഞങ്ങൾക്കല്ല മതി. എല്ലാം അവനെ ഏൽപ്പിച്ചിരിക്കുന്നു. നിഅ്മൽ വക്കീൽ, എല്ലാം ഏൽപ്പിക്കാൻ മതിയായവൻ അല്ലയാണ്. തവക്കൽതുലല്ലാ, എല്ലാം അല്ലാഹുവിനെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായി പ്രഖ്യാപിച്ചുകൊണ്ട് അവനോട് മാത്രം പ്രാർത്ഥിച്ച്, അവനെ മാത്രം ആരാധിച്ച്, അവനെ മാത്രം ഭയപ്പെട്ട് സൃഷ്ടാവിലേക്ക് പൂർണ്ണമായും മനസ്സുകൊണ്ട് തിരിഞ്ഞ് അള്ളാഹുവിൻ്റെ ദാസന്മാരായി, മുഅ്മിനീങ്ങളായി, മുത്തഖീങ്ങളായി, മുവഹിദുകളായി ജീവിച്ചു മരിക്കാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.